നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. 2023 വ്യവസായ രംഗത്തും കാര്യമാത്രമായ സംഭാവനകൾ നൽകിയാണ് അവസാനിക്കുന്നത്. അന്താരാഷ്ട്ര വ്യാകുലതകൾക്കും സംഘർഷങ്ങൾക്കുമിടയിൽ 2023 എന്ന വർഷം വ്യവസായ രംഗങ്ങളിലും സംഭവബഹുലമായ വികാസങ്ങളിലൂടെയാണ് കടന്നുപോയത്. അതിലൊന്നായിരുന്നു ടിക്ടോക്ക് നിരോധനം. 2023 മുമ്പ് തന്നെ പല രാജ്യങ്ങളും ചൈനീസ് സർക്കാരുമായി ഡാറ്റ പങ്കിടുന്നുവെന്ന് ആരോപിച്ച് ചൈനീസ് ടെക് കമ്പനിയായ ബൈറ്റ് ഡാൻസിലിന്റെ ടിക്ടോക്ക് നിരോധിച്ചിരുന്നു. എന്നാൽ 2023 ആ നിരോധനം വ്യാപകമായത്. ഫെബ്രുവരിയിൽ യൂറോപ്യൻ കമ്മീഷനും യൂറോപ്യൻ പാർലമെന്റും യൂറോപ്യൻ യൂണിയൻ കൗൺസിലും സർക്കാർ ജീവനക്കാർ ഔദ്യോഗിക ഉപകരണങ്ങളിലൂടെ ടിക്ടോക്ക് ഉപയോഗിക്കുന്നത് വിലക്കുകയായിരുന്നു. കാനഡയും ഫെഡറൽ ഉപകരണങ്ങളിൽ നിന്ന് ടിക്ടോക്ക് നിരോധിച്ചിരുന്നു. പിന്നാലെ ലണ്ടൻ, ന്യൂസിലൻഡ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളും സമാനമായ രീതി പിന്തുടരുകയായിരുന്നു. നിലവിൽ 12ലധികം രാജ്യങ്ങളാണ് ടിക്ടോക്ക് ഭാഗികമായോ പൂർണ്ണമായോ നിരോധിച്ചിരിക്കുന്നത്. ഫെബ്രുവരി അവസാനത്തോടെ അമേരിക്കൻ സർക്കാർ ജീവനക്കാർക്ക് ടിക്ടോക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ 30 ദിവസമാണ് സമയം നൽകിയത്. എന്നാൽ മാർച്ചിൽ ബൈഡൻ ഭരണകൂടം ആപ്പ് വിൽക്കാൻ ബൈറ്റ് ഡാൻസിനെ പ്രേരിപ്പിച്ചു. പക്ഷേ ചൈനീസ് സർക്കാർ ഇത് എതിർക്കുകയായിരുന്നു. മെയ് മാസത്തിലെ അമേരിക്കയിൽ മോണ്ടാനയിലെ ഗവർണർ ഗ്രെഗ് ജിയാൻഫോർട്ടിക് ടിക്ടോക്ക് നിരോധിക്കാനുള്ള ബില്ലിൽ ഒപ്പുവെക്കുകയും ചെയ്തു. എന്നാൽ നവംബറിൽ ആദ്യ ഭേദഗതി ചൂണ്ടിക്കാട്ടി നിരോധനം താൽക്കാലികമായി നിർത്തലാക്കാൻ ഒരു ഫെഡറൽ ജഡ്ജി ആവശ്യപ്പെടുകയും ചെയ്തു. അമേരിക്കൻ ബാങ്കുകളുടെ പതനം 2008 ശേഷമുള്ള ബാങ്കിങ്ങിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് അമേരിക്കയിൽ ഈ വർഷം സംഭവിച്ചത്. സിലിക്കൺ വാലി ബാങ്ക്, സിഗ്നേച്ചർ ബാങ്ക്, ഫസ്റ്റ് റിപ്പബ്ലിക് ബാങ്ക് എന്നീ ബാങ്കുകളാണ് മാർച്ച് മെയ് മാസങ്ങളിൽ പതനങ്ങളിലേക്ക് വീണത്. 3 ബാങ്കുകളും ചേർന്ന് 50,000 കോടി രൂപ കൈവശം വെച്ചിരുന്നു. ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് തകർന്നുപോയ 25 ബാങ്കുകൾ കൈവശം വെച്ചതിനേക്കാൾ കൂടുതലായിരുന്നു ഇത്. പല കാരണങ്ങളിലായിരുന്നു ബാങ്കുകളുടെ പതനത്തിന് പിന്നിൽ. എന്നാൽ കുതിച്ചുയരുന്ന പണപ്പെരുപ്പം കാരണം അമേരിക്കയിലെ ബാങ്കിംഗ് സംവിധാനത്തെ പ്രതികൂലമായി ബാധിക്കുകയായിരുന്നു ഇത്. പക്ഷേ മെയ് മാസം അവസാനത്തോടെ പ്രതിസന്ധികൾ കുറയുകയും ചെയ്തു. ഈ വർഷം സംഘടിത സമരങ്ങളുടെ അതിപ്രസരമുണ്ടായിരുന്നു. ലണ്ടനിലുടനീളം ഗതാഗതം, ആരോഗ്യ കേന്ദ്രം, നിയമം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലുള്ള തൊഴിലാളികൾ വേതന വർധനവിനും മികച്ച തൊഴിൽ സാഹചര്യം, തൊഴിൽ സുരക്ഷ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചും മെയിൽ സമരം നടത്തി. ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ ദശലക്ഷക്കണക്കിന് തൊഴിലാളികൾ പണിമുടക്കിയ അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ സമരങ്ങൾ അരങ്ങേറിയത്. മോഷൻ പിക്ചേഴ്സും ടെലിവിഷൻ പ്രൊഡ്യൂസേഴ്സുമായുള്ള കരാറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൽ 10,000-ലധികം അമേരിക്കൻ തിരക്കഥാകൃത്തുക്കളെ പ്രതിനിധീകരിക്കുന്ന റൈറ്റേഴ്സ് ഗിൽഡ് ഓഫ് അമേരിക്ക നടത്തിയ പ്രതിഷേധമാണ് ലോകം കണ്ട ഈ വർഷത്തെ ഏറ്റവും വലിയ സമരങ്ങളിലൊന്ന്. 140 ദിവസമാണ് സമരം നീണ്ടുനിന്നത്. ജൂലൈയിൽ ഹോളിവുഡ് ആക്ടേഴ്സ് ഗിൽഡും സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു. സെപ്റ്റംബർ 15 പ്രധാന അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ GM, ഫോർഡ്, സ്റ്റെല്ലന്റീസ് എന്നീ കമ്പനികളിൽ ഓട്ടോ വർക്കേഴ്സ് യൂണിയനിലെ തൊഴിലാളികൾ നടത്തിയ പണിമുടക്കും ഈ വർഷത്തെ പ്രധാനപ്പെട്ട സമരങ്ങളിൽ ഒന്ന് തന്നെയാണ്. ട്വിറ്ററിൽ നിന്ന് എക്സിലേക്ക് ട്വിറ്ററിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വർഷമായിരുന്നു 2023. പരസ്യദാതാക്കൾ കുറയുന്നതിന്റെയും വരുമാനം കുറയുന്നതിന്റെയും പ്രതിസന്ധിക്കിടയിലും ഇലോൺ മസ്ക് ട്വിറ്ററിന്റെ CEO ആയി ലിൻഡ യക്കാരിനോയെ ചുമതലപ്പെടുത്തി. പിന്നീട് ട്വിറ്ററിന്റെ പേര് എക്സ് എന്ന് മാറ്റിയതും വലിയ ഞെട്ടലുളവാക്കി. മസ്കിന്റെ ഉടമസ്ഥാവകാശം വലിയ വിവാദങ്ങൾക്കും സാമ്പത്തിക തർക്കങ്ങൾക്കും വിഷയമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒക്ടോബറിൽ എക്സിന്റെ മൂല്യം വാങ്ങിയ വിലയുടെ പകുതിയിലേറെയായി കുറയുകയും ചെയ്തു. എക്സിന് ഉപയോക്താക്കളെ നഷ്ടമാകുക മാത്രമല്ല, പരസ്യ വരുമാനത്തിലും ആ സമയത്ത് ഇടിവ് വന്നിരുന്നു. ഫോക്സ് ബോർഡ് ചെയർമാൻ സ്ഥാനം ഉപേക്ഷിച്ച് റിപ്പർട്ട് മർഡോക്ക് 92-കാരനായ റിപ്പർട്ട് മർഡോക്ക് ന്യൂസ് കോർപ്പറേഷന്റെയും ഫോക്സിന്റെയും ബോർഡ് ചെയർമാൻ സ്ഥാനം ഒഴിയുകയും ചെയ്തു. പകരമായി മകൻ ലാച്നനാണ് ന്യൂസ് കോർപ്പറേഷന്റെ ചെയർമാനായി ചുമതലയേറ്റത്. വാൾസ്ട്രീറ്റ് ജേർണലിന്റെയും ന്യൂയോർക്ക് പോസ്റ്റിന്റെയും ഉടമ കൂടിയായിരുന്നു റിപ്പർട്ട് മർഡോക്ക്.